കട്ടപ്പന വെള്ളയാങ്കുടി വെട്ടിക്കുഴക്കവല റോഡരികിൽ മാലിന്യ നിക്ഷേപം, പ്ലാസ്റ്റിക്, അജൈവ മാലിന്യങ്ങൾ, തെർമോകോൾ ഉൾപ്പെടെയാണ് റോഡരികിൽ തള്ളിയിരിക്കുന്നത്. റോഡരികിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. കട്ടപ്പന വെള്ളയാങ്കുടി വെട്ടിക്കുഴക്കവല റോഡരികിലാണ് വലിയ തോതിൽ മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്ന. പ്ലാസ്റ്റിക്, തെർമോകോൾ, ചെരുപ്പുകൾ, ഡയപ്പർ, മത്സ്യാവശിഷ്ടങ്ങൾ തുടങ്ങി കറിച്ചട്ടി വരെയാണ് ഇവിടെ മാലിന്യക്കൂമ്പാരത്തിലുള്ളത്. റോഡ് വശങ്ങൾ കാട് കയറി കിടക്കുന്നതിന്റെ മറവിലാണ് മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത്. കുഞ്ഞു പിള്ളേർക്ക് ഉപയോഗിക്കുന്ന സ്നഗി വരെ ഇവിടെ കൊണ്ടുപോയിട്ടേക്കാണ്. അതൊരു ശരിയായ നടപടിയില്ല. അതുകൊണ്ട് ഇതിൻ്റെ അധികാരികൾ ഇതിനെ നേരെ കണ്ണു തുറക്കണം. ഇവിടെ കുറേ ചപ്പ് കൊണ്ട് വെട്ടിയിട്ടേക്കുന്നില്ല. ചപ്പൊക്കെ നമ്മൾ സ്വയം നമ്മുടെ ഇഷ്ടം പോലെ ആൾക്കാർക്ക് തൊഴിലുറപ്പ് കൊടുക്കുന്നുള്ളൂ. ഈ റോഡിൻ്റെ സൈഡിലും വെട്ടി മാറ്റിയിട്ട് ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ ഇത്രയും കൂമ്പാരം ഇവിടെ കിടക്കുകയില്ല. നിങ്ങൾക്ക് കാണാമെന്നാണ് ഇതുള്ളത്. എന്തെല്ലാം സാധനം തെർമോക്കോൾ ഒരിക്കലും ദ്രവിക്കാത്ത തെർമോക്കോളൊക്കെയാണ് കിടക്കുന്നത്. വേസ്റ്റ് എന്ന് പറഞ്ഞ ഏരിയ കൂടെ നടത്തില്ല. മീൻ വെട്ടിയ വേസ്റ്റ് വരെ ഉണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് നമ്മൾ താഴ്മയായിട്ട് അങ്ങ് അപേക്ഷിക്കുക. മുൻപും ഈ ഭാഗത്തും കട്ടപ്പന ബിവറേജസ് ഔട്ട്ലെറ്റിന് സമീപത്തും മാലിന്യ നിക്ഷേപം പതിവായിരുന്നു. മാലിന്യത്തിൽ നിന്നുള്ള ദുർഗന്ധം നിമിത്തം വഴിയാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടിയിരുന്നു. പിന്നീട് നഗരസഭയുടെയും ആരോഗ്യ വിഭാഗത്തിന്റെയും ഇടപെടലിലൂടെ റോഡരികിലെ കാടുപടലങ്ങൾ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കുകയും മാലിന്യം നിക്ഷേപിച്ചവരെ കണ്ടെത്തി പിഴ ചുമത്തുകയും ചെയ്തിരുന്നു. ഇതോടെ ഇവിടെ മാലിന്യ നിക്ഷേപത്തിന് കുറച്ചുകാലം അറുതി വന്നെങ്കിലും പിന്നീട് അധികൃതർ തിരിഞ്ഞു നോക്കാതായതോടെ മാലിന്യ നിക്ഷേപം ഇപ്പോൾ തകൃതിയായി മാറി. പ്രദേശം ക്യാമറ നിരീക്ഷണത്തിലെന്ന ബോർഡും ഇവിടെ പ്രഹസനമായി നിലനിൽക്കുകയാണ്. നഗരസഭയും ആരോഗ്യ വിഭാഗവും പ്രശ്നത്തിൽ കാര്യക്ഷമമായി ഇടപെടണമെന്നും കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്നുമാണ് വഴിയാത്രക്കാരുടെയും പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.